ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ മറ്റൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് ഒരു ഹെയർ ഡേ ആണ് നാച്ചുറാലിറ്റി. അപ്പം ഇതിന് ഇൻസ്പയറിങ് ഘടകം എന്ന് പറയുന്നത് ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഞാനൊന്ന് ചെയ്തതാണ്. അത് സക്സസ് ആണ്. പക്ഷേ ഞാൻ അതിന് ഒന്നും കൂടിയും ഒരു മാറ്റം വരുത്താൻ നോക്കിയതാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ സാറ് പറഞ്ഞിരിക്കുന്ന ഡോക്ടർ രാജേഷ് കുമാർ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പിന്നെ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും പിന്നെ തൈരാണ് ഉപയോഗിക്കാൻ പറയുന്നത്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല കറുപ്പ് സാധനമാണ്. അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇത് നാച്ചുറൽ ഡൈസാണ്. ഒരു പ്രശ്നമില്ല. ഞാനത് ഉപയോഗിച്ചു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ പറയാം. ഒന്ന് ഞാനിത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെർജിൻ കോക്കനട്ട് ഓയിൽ. രണ്ടെന്ന് പറഞ്ഞാൽ നെസ്കഫയുടെ ഒരു കോഫിയാണ്, അധികം പഴക്കമില്ലാത്ത നെസ്കഫയുടെ കാപ്പിപ്പൊടി. പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നത് നീലാംബരിയാണ്. നീലാംബരിയുടെ സാധനം ഇത് ഉപയോഗിച്ചു. പിന്നെ നെല്ലിക്കപ്പൊടി, ഇത് എക്സ്ട്രാ വേണ്ട, നെല്ലിക്കപ്പൊടി വേണം. ഇത് ഞാൻ എക്സ്ട്രാ, ഇതൊക്കെ നമ്മുടെ വയനാട്ടിലെ ഒരു കമ്പനിയുടെ സാധനം. പുതിയ ബാച്ച് നോക്കിയിട്ട് വേണം. അപ്പം അത് പ്രകാരം ഞാനിത് ഉണ്ടാക്കി വെക്കുമ്പോൾ ഇതാണ് സാധനം. നല്ല കറക്റ്റ്. ഇത് നമുക്ക് തന്നെ ഒരു 1 വീക്കിൻ്റെ മേലെ നിൽക്കും എങ്ങനെയായിരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ഡൈസ് ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കുക. നല്ല കളറുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല കറുപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കടപ്പാട് മുഴുവൻ ഡോക്ടർ രാജേഷ് കുമാർ സാറാണ്. എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ വേഷം ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് തോന്നിയതാണ് അങ്ങനെ ചെയ്തു നോക്കിയാൽ എന്തായിരിക്കും അതിൻ്റെ പുറത്ത് ഞാൻ ഒന്ന് ചെയ്തു. അത് സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്. ഓക്കെ, ബൈ. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം എന്നാൽ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെളിച്ചെണ്ണയും കാപ്പിപ്പൊടിയും നമ്മൾ എന്ത് ചെയ്യുന്നത് മിക്സ് ചെയ്തു. അതായത് 2 ടീസ്പൂൺ വീതം നമ്മളത് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ തൈര് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് എല്ലാം മിക്സായ ശേഷം മാത്രമാണ് നമ്മൾ ഓരോ ടീസ്പൂൺ വീതമാണ്. അതായത് നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ കാപ്പിപ്പൊടിയും. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് കാണാം. അതായത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്, അതുപോലെ തന്നെ കാപ്പിപ്പൊടി നെസ്കഫയുടെ, നീലാംബരിയുണ്ട്, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കയുടെ പൊടിയുണ്ട്,